Morning. Happy morning. Yeah, good morning. Assalamu alaikum. Alaikum salam. So, എല്ലാരും ready അല്ലേ? Yes. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരും കേട്ടോ. നിങ്ങൾ ഓരോ തിരക്കിലായിരിക്കും, ബട്ട് സ്റ്റിൽ വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരാം. താങ്ക് യു. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ ടോപ്പിക് അറിയാലോ, സെൽഫ് ഡൗട്ട് ആണ്. സ്വയം സംശയിക്കുക. നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ ആ ഒരു സിറ്റുവേഷൻ? നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉള്ള ആൾക്കാരാണ്. സോ നിങ്ങൾ എനി ടൈം അപ്പൊ ആ ഒരു നിങ്ങളെ കഴിവുകളെ സംശയിച്ച് നിങ്ങളെ സ്വയം ട്രസ്റ്റ് ചെയ്യാതെ ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, ഒരു കാര്യം പുതിയതായിട്ട് ട്രൈ ചെയ്യാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. സോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? Yes. ഓക്കെ. ഉണ്ട് ma'am. നമ്മൾ സാധാരണ ഫേസ് ചെയ്യുന്ന കുറച്ച് സെൽഫ് ഡൗട്ടുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇമ്പോസ്റ്റർ സിൻഡ്രോം? എന്താണെന്ന് അറിയോ? ഇത് മോസ്റ്റ്ലി ഫേസ് ചെയ്യുന്നത് യൂഷ്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടാകും. ബട്ട് സ്റ്റിൽ അവർക്ക് അവരിലെ കഴിവിനെ വീണ്ടും അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് നിൽക്കും. ഞാൻ ഫേക്ക് ആണോ, എന്റെ നേട്ടങ്ങൾ എനിക്ക് കിട്ടിയത് ഭാഗ്യം കൊണ്ടായിരിക്കും. എന്നിട്ട് അവർ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാതെ അവരിങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ജോലി കിട്ടിയത് മേ ബി ഭാഗ്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സമയം നല്ലതായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ടായാണ് എനിക്കിത് ഈ ജോലി കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടല്ല കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവരാണത്. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോമില് 4 P's ഉണ്ട്. അതായത് പെർഫെക്ഷനിസം. അവർ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം അവർക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ. ലൈക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ കുറ്റപ്പെടുത്തും. എന്റെ കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. സെക്കൻഡ് ഈസ് പീപ്പിൾ പ്ലീസിങ്. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കും. അവര് ആക്സെപ്റ്റൻസ് വേണം. അതിനു വേണ്ടിയിട്ട് അവര് കൂടുതലായിട്ട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം അവര് ഓവർ വർക്ക് ചെയ്യും. അവര് ഹെൽപ്പ് കൊടുക്കും, അവരുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക. നെക്സ്റ്റ് ഈസ് പ്രൂവിങ്. അവരുടെ കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തെളിയിച്ചു കൊടുക്കണം. അവരെപ്പോഴും അവർക്ക് കിട്ടിയ നേട്ടങ്ങളൊന്നും അവര് തൃപ്തികരമായിട്ടുണ്ടാവില്ല. അവരെപ്പോഴും ആൾക്കാരുടെ അപ്രൂവൽ തേടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ഈസ് പാരാലിസിസ്. അത് അവര് ഓവർ തിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ എക്സ്പോസ് ആവും എന്നുള്ള ഒരു പേടി കൊണ്ട് അവർ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുക. അങ്ങനെ അവരുടെ ടാസ്കുകളൊന്നും ചെയ്യാതിരിക്കുക, അത് ഡിലേ ചെയ്യും. ഇതാണ് ഒരു തരം ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്, ഒരു തരം സെൽഫ് ഡൗട്ട് ആണ്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഗെസ്സിങ് ഡെസിഷൻസ്. നമ്മൾ ഓൾറെഡി ഒരു ഡെസിഷൻ എടുത്തിട്ടുണ്ടാകും, എന്നിട്ട് അത് ശരിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ്ലി വണ്ടറിങ് ഇഫ് യു ചൂസ് ദ റോങ് ഡെസിഷൻ
ഈവൻ ആഫ്റ്റർ ഡിസൈഡിങ്. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. പക്ഷെ വീണ്ടും ചിന്തിക്കാണ്, ഇതിനേക്കാട്ടിലും നല്ലത് വേറെ മറ്റേ കോഴ്സ് ആണോ, ഇനിയെങ്ങാനും എൻ്റെ ഫ്യൂച്ചർ ഞാൻ ഈ ഒരു ഡെസിഷൻ കാരണം തെറ്റാകുമോ എന്നുള്ളൊരു ആ ഡൗട്ട് മൈൻഡിൽ ഉണ്ടാകും. നെക്സ്റ്റ് ഈസ് ഫിയർ ഓഫ് ഫെയിലിയർ. വേറൊരു തരം സെൽഫ് ഡൗട്ട് ആണ് അത്. നമ്മൾ തോറ്റു പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യില്ല. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, ഒരു നല്ലൊരു ജോബാണ് അത്, പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അത് ഏറ്റെടുക്കില്ല. ഞാൻ എങ്ങാനും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ നല്ലതല്ല എന്നാണ്. അവർ സ്വയം കുറ്റപ്പെടുത്തുക ചെയ്യുക. അതാണ് ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റു പോകുമോ എന്നുള്ള പേടി കൊണ്ട് കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാണ്ടിരിക്കുക. നെക്സ്റ്റ് ഈസ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. മെഷറിംഗ് യുവർ വർത്ത് അഗെയിൻസ്റ്റ് അതേഴ്സ് സക്സസ്, ലുക്സ് ഓർ അബിലിറ്റീസ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, സ്വയം കമ്പയർ ചെയ്യുക. ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള എല്ലാവരും എന്നെക്കാട്ടിലും നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ പിന്നോട്ട് നിൽക്കാണ്. മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക, സക്സസുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് സ്വയം കുറ്റപ്പെടുത്തുക. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, മറ്റുള്ളവരെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ പിന്നോട്ട് നിൽക്കാണ്. കമ്പയർ ചെയ്യുന്നത് ഒരു തരം സെൽഫ് ഡൗട്ട് ആണ്. നെക്സ്റ്റ്, നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരും നമ്മളോട് തന്നെ സംസാരിച്ചിരിക്കാറുണ്ട് അല്ലേ? നമുക്കൊരു സെൽഫ് ടോക്ക് നമ്മൾ എന്നും ചെയ്യുന്നതാണ്. സോ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തുക, നിങ്ങൾ താഴ്ത്തിക്കെട്ടുക, അങ്ങനെ ചെയ്യുന്ന ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെങ്കിൽ അതൊരു തരം സെൽഫ് ഡൗട്ട് ആണ്. ഞാൻ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല, എല്ലാം ചെയ്യുന്നത് തെറ്റായി പോവുകയാണ്. ഉള്ളിലത്തെ ഒരു വോയിസ്, inner voices that criticizes, blames and puts you down. നിങ്ങൾ സെൽഫായിട്ട് സംസാരിക്കുന്നത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. ഒന്നിനും കഴിയില്ല, എനിക്ക് തീരെ കഴിവില്ല എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഓവർ തിങ്കിങ് മിസ്റ്റേക്സ്. ഓവർ തിങ്കിങ് മോസ്റ്റ് ഓഫ് us നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഓവർ തിങ്കിങ്. Replaying small errors and giving them more weight than they deserve. Just പ്രോബ്ലം 10% ഉള്ളൂ ഉണ്ടാവുക, ബാക്കി 90% നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ട് ആ പ്രശ്നം ഊതി വീർപ്പിക്കുക എന്ന് പറയുമല്ലോ, അത് ചിന്തിച്ച് അതിന്റെ വെയിറ്റ് കൂട്ടുന്നതാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാര്യം കുറെ ദിവസം മുന്നേ നടന്നതായിരിക്കും, പക്ഷെ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് വൺ തിങ് ഐ സെഡ് റോങ്. ഞാൻ തെറ്റായി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല, അതന്നെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അത് മറന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ അത് റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. Undervaluing strengths. Focusing on weaknesses while ignoring talents and progress. ഒരുപാട് കഴിവുകൾ ഉണ്ടാകും, പക്ഷെ അതൊന്നും കാണാതെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകള്, നിങ്ങളുടെ നേട്ടങ്ങള് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ എന്റെ കുറവുകൾ എന്താണോ അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ, നിങ്ങൾ ഒരാളെ സഹായിച്ചു, പക്ഷെ നിങ്ങൾ അത് വിചാരിക്കുന്നത് അതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, അതിപ്പോ ഇത്ര സ്പെഷ്യൽ ഒന്നല്ലല്ലോ. പക്ഷെ നിങ്ങൾ ഓർക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാവണമെന്നില്ല. മറ്റുള്ളവരുടെ കൈൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാകും, പക്ഷെ അതിൽ നിങ്ങൾ വാല്യൂ കൊടുക്കാതെ അത് നോർമലി എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള ചിന്തയോടെ അത് നമുക്ക് ഇഗ്നോർ ചെയ്യുക, അണ്ടർ വാല്യൂ ചെയ്യുക. നിങ്ങളുടെ കഴിവുകൾ അതിന് ഫോക്കസ് കൊടുക്കാതെ, അതിന് വില കൊടുക്കാതെ അണ്ടർ വാല്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഹോൾഡിംഗ് ബാക്ക് ഒപ്പീനിയൻസ് ഓർ ആക്ഷൻസ് ബിക്കോസ് ഓഫ് വാട്ട് അതേഴ്സ് മൈറ്റ് തിങ്ക്. നിങ്ങൾക്ക് നല്ല നല്ല പോയിന്റ്സുകൾ ഉണ്ടാവും പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ, പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട്
മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ അത് ഷെയർ ചെയ്യും. ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റായി പോവോ മണ്ടത്തരമായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് അത് ബാക്ക് ഔട്ട് ചെയ്യുക. ആ ഒരു പോയിന്റ് ഷെയർ ചെയ്യാണ്ടിരിക്കുക. അതാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പൊ ഇത്രയാണ് നോർമലി കോമൺ ആയിട്ടുള്ള ഒരു സെൽഫ് ഡൗട്ടുകൾ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടോ എന്താണ് സെൽഫ് ഡൗട്ടിന്റെ ഫോംസുകൾ എന്തൊക്കെയാണെന്ന്? ജസ്റ്റ് ഒരു 2 minutes എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ സെൽഫ് ഡൗട്ടുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ സെൽഫ് ഡൗട്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഫേസ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അവയർനെസ് വേണം. ഈ ഒരു സെൽഫ് ഡൗട്ട് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് വേണം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ള സെൽഫ് ഡൗട്ട് എന്ന്. മാം ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ, ഏതൊക്കെയാണ് ഉള്ളത്? എനിക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്, പെർഫെക്ഷനിസം ഉണ്ട്, പിന്നെ പീപ്പിൾ പ്ലീസിങ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും നമുക്ക് കറക്റ്റാന്ന് അറിയാം പക്ഷെങ്കിൽ പറയുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിപ്ലൈ ആയിരിക്കില്ല അപ്പുറത്തുനിന്ന് വരിക. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ചിലപ്പോൾ അത് അവരെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് ഇപ്പോൾ EFT ഒക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന കറക്റ്റാന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കില്ല അപ്പുറത്തുനിന്ന് കിട്ടുക. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളൊരു കോൺഫിഡൻസ് കുറഞ്ഞു പോകും. താങ്ക് യു മാം ഫോർ ഷെയറിങ്. അപ്പോ നമുക്ക് ഈ സെൽഫ് ഡൗട്ട് നമുക്ക് ആദ്യം വേണ്ടത് അവയർനെസ് ആണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ സെൽഫ് ഡൗട്ടുകളൊക്കെ എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഫസ്റ്റ് വേണം. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വരുമ്പോ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ അവയർനെസ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. സ്വയം സെൽഫായിട്ട് ആദ്യം നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യണം. നമ്മളുടെ കഴിവിൽ നമ്മൾ ആദ്യം ഒന്ന് വിശ്വസിക്കണം. ദൈവം നമുക്ക് ഒരുപാട് കഴിവ് തന്നിട്ടുണ്ട്, അതിൽ പൂർണ്ണമായിട്ട് ജസ്റ്റ് ഒന്ന് വിശ്വസിക്കുക. യെസ്, ഐ ക്യാൻ ഡു ദിസ്, എനിക്ക് ഒരുപാട് കഴിവുണ്ട് എന്നുള്ള ഒരു ട്രസ്റ്റ്, സെൽഫ് ട്രസ്റ്റ് ആദ്യം വേണം. ഇപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ നോക്കാം. ആദ്യം വേണ്ടത്, ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതിൽ ആദ്യം വേണ്ടത് എവിഡൻസ് പ്ലസ് റിയാലിറ്റി ചെക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങളുടെ എവിഡൻസ്, ഫീഡ്ബാക്ക്, റിസൾട്ട്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇത് മുന്നേ ഞാൻ പെർഫോം ചെയ്ത കാര്യങ്ങളാണ്, അതിൽ ഇത്ര ഫീഡ്ബാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല റിസൾട്ട്സുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു റിയാലിറ്റി ചെക്ക് ചെയ്യാം. ഈ സംഭവങ്ങളൊക്കെ നടന്ന കാര്യമാണ്. ഓക്കെ, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യാം. എന്നിട്ട് ഐ ഡോണ്ട് ഡിസേർവ് ദിസ്, ഇതിന് ഞാൻ അർഹനല്ല എന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഐ ഏൺ ദിസ് ത്രൂ എഫേർട്ട് ആൻഡ് ലേണിംഗ്. എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയത് എൻ്റെ എഫേർട്ട് കൊണ്ടും ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടുമാണ്. എൻ്റെ എഫേർട്ട് കൊണ്ടാണ് ഇത് നേടിയെടുത്തത്. ആ ഒരു വിശ്വാസം, ആ ഒരു അഫർമേഷൻ നിങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഉള്ളിൽ ഫീൽ ചെയ്യണം, ലൈക്ക് ഞാൻ ഇതിന് അർഹനാണ്, ഈ ഒരു സക്സസിന് ഞാൻ അർഹനാണ് എന്ന് ഫീൽ ചെയ്യണം. ഓക്കെ, അതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോമിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് സെക്കൻഡ് ഗെസ്സിങ് ഡെസിഷൻസ്. അതിൽ ഡെസിഷനിൽ ഒരു ക്ലോഷർ കൊടുക്കണം. നമ്മളൊരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാനുള്ള ടൈം കൊടുക്കരുത്. നമ്മൾ ആ ഡെസിഷൻ എടുക്കാൻ ഓൾറെഡി കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവുമല്ലോ, നല്ല ആലോചിച്ച് എടുത്ത തീരുമാനമായിരിക്കും അത്. ലൈക്ക് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഏറ്റവും നല്ല ഡെസിഷൻ ആണ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാവുക. സോ അത് ഡെസിഷൻ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ അധികം ടൈം കൊടുക്കരുത്, അതിന് റിവ്യൂ ചെയ്യാൻ അധികം ടൈം കൊടുക്കരുത്. റിമൈൻഡ് യുവർ സെൽഫ്, ഐ മെയ്ഡ് ദ ബെസ്റ്റ് ചോയ്സ് വിത്ത് ദ ഇൻഫർമേഷൻ ഐ ഹാഡ്.
അത് റിമൈൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏറ്റവും നല്ലൊരു ഡെസിഷൻ ആണ്, എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡെസിഷൻ ആണെന്ന് കീപ് റിമൈൻഡിങ്. നെക്സ്റ്റ് ഇസ് ഫിയർ ഓഫ് ഫെയിലിയർ. ഇതിൽ നമ്മൾ ഫെയിലിയർ എന്നുള്ള വേർഡ് ഒന്ന് റീഫ്രെയിം ചെയ്യണം. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തോറ്റു പോകലല്ല, അത് വ്യൂ ഫെയിലിയർ ആസ് ഫീഡ്ബാക്ക്. ഒരു കാര്യം ചെയ്തതിന്റെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കാണുക. അത് നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിറ്റി അല്ല, നിങ്ങൾ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ല ഫെയിലിയർ. നമുക്കറിയാം ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. സോ അത് മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണുക. പിന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്, വാട്ട് വുഡ് ഐ ലേൺ ഇഫ് ദിസ് ഡിഡ്ന്റ് വർക്ക്. ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ എന്ത് പാഠാണ് പഠിക്കാൻ പോകുന്നത്? തോൽവികളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓരോ പാഠങ്ങളാണ്. ഓരോ തോൽവിനും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. സോ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ്. അല്ലാതെ ആ ഒരു തോൽവിയിൽ തളർന്നു പോകാതെ ഇതിന്ന് എന്താണോ എനിക്ക് പഠിക്കാൻ പറ്റുന്നത് അത് മാക്സിമം പഠിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ഇസ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. അത് നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതിന്റെ ഒരു ഡയറക്ഷൻ മാറ്റുക. സെൽഫ് റെഫറൻസിങ് ചെയ്യുക, സെൽഫിനോട് കമ്പയർ ചെയ്യുക. കമ്പയർ പ്രോഗ്രസ് ഓൺലി വിത്ത് യുവർ പാസ്റ്റ് സെൽഫ്. ഇപ്പോഴുള്ള നിങ്ങൾ ഒരു കൊല്ലം മുന്നേ ഉള്ള നിങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട് അല്ലേ? സോ ജസ്റ്റ് നിങ്ങളുടെ പാസ്റ്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എങ്ങനെയാണോ മുന്നേ ഉണ്ടായിരുന്നത്, ജസ്റ്റ് 1 or 2 years ബാക്ക് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സെൽഫുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത്ര പ്രോഗ്രസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതിലൊരു ഹാപ്പിനെസ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കണ്ടെത്താം. എനിക്ക് ഇത്രയും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഇത്രയും കൊല്ലം കൊണ്ട് എനിക്ക് ഇത്രയും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് സെൽഫായിട്ട് കമ്പയർ ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയ റെഡ്യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കഴിവില്ല എന്നുള്ള രീതിയിലുള്ള റീൽസ്, ബാക്കിയുള്ളവരുടെ സക്സസ് ഒക്കെ കാണുമ്പോൾ നമ്മളൊന്നും പോരാ എന്നൊക്കെ തോന്നലുണ്ടാവുമല്ലോ. ആ ടൈപ്പ് ഓഫ് റീൽസ് ഒക്കെ കാണുന്നത് കുറയ്ക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള റീൽസ്, വീഡിയോസ് ഒക്കെ കാണാം. നെക്സ്റ്റ് ഇസ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അത് ഇന്നർ ഡയലോഗ്, നമ്മളുടെ ആ ഒരു ഇന്നർ സെൽഫ് ടോക്ക് ഒന്ന് മാറ്റിക്കുക. ആദ്യം നമ്മൾ ആ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് എന്താണോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. നോട്ടീസ് ദ ക്രിട്ടിക്. എന്താണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾ സ്വയം പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ടേക്ക് എ പോസ്. ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു നെഗറ്റീവ് സെന്റൻസ് അത് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യുക, അതൊരു റീഫ്രേസ് ചെയ്യുക, പോസിറ്റീവ് ആക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റീഫ്രേസ് ചെയ്യുക. ഐ ഹാവ് ലോട്ട്സ് ഓഫ് ടാലൻസ്. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഐ ട്രസ്റ്റ് മൈ സെൽഫ്. ആ ഒരു നെഗറ്റീവ് സെന്റൻസ് പോസിറ്റീവായിട്ട് റീഫ്രേസ് ചെയ്യുക. പിന്നെ സ്പീക്ക് ടു യുവർ സെൽഫ് ദ വേ യു വുഡ് ടു എ ചൈൽഡ് ഓർ ക്ലയന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ടോക്ക് ഭയങ്കര കൈൻഡ് ആയിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ ഒരു ഇന്നർ വേൾഡ് ഉണ്ട്, ഇന്നർ വോയിസ് ഉണ്ട്. അത് നിങ്ങൾ ഭയങ്കര കൈൻഡ് ആയിട്ട് സംസാരിക്കണം, അനുകമ്പയോടെ സംസാരിക്കണം. നിങ്ങൾ ഒരു കുട്ടിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ബിഹേവ് ചെയ്യുക, നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങളുടെ ഇന്നർ വേൾഡ് എത്രത്തോളം സ്നേഹവും സമാധാനവും നിറഞ്ഞിട്ടുണ്ട് ആ ഔട്ടർ വേൾഡും അതിൽ റിഫ്ലക്റ്റ് ആവും. ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് ഔട്ടർ വേൾഡിൽ നടക്കുന്നത്. സോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഉള്ളിൽ ഭയങ്കര കൈൻഡ് ആയിട്ട് നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്തിട്ട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു, അത്രയും നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ കുറഞ്ഞു വരും. നെക്സ്റ്റ് ഇസ് ഓവർ തിങ്കിങ് മിസ്റ്റേക്സ്. അതിൽ തോട്ട്സ് ഒന്ന് കണ്ടെയ്ൻ ചെയ്യുക, നിയന്ത്രിക്കുക. ലൈക്ക് ഈ ഒരു ആസ്ക് വിൽ ദിസ് മാറ്റർ ഇൻ 1 week or a year. നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുമ്പോൾ ഇതിപ്പോ ഒരു
ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വല്ല പ്രാധാന്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക എന്നല്ലാതെ അത് എന്നെ ബാധിക്കണം, എന്റെ മനസമാധാനത്തെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിന് അത്ര പ്രാധാന്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. Then schedule a short worry time, then redirect attention. പിന്നെ അത്രക്കും നിങ്ങൾക്ക് ആ ചിന്ത തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ടൈം, ഒരു ഫിക്സ്ഡ് ടൈം ഫിക്സ് ചെയ്യുക. ആ ഒരു ടൈമിൽ മാത്രം ഓവർ തിങ്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ അറ്റൻഷൻ മാറ്റാം. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് അണ്ടർ വാല്യൂയിങ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് അവയർനെസ് വേണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത് ഉള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്റെ സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ ജേർണൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിൻസ് ജേർണൽ, അതായത് നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ വീക്ക്ലി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജേർണൽ ചെയ്യാം. ഡൗട്ട് ചോദിച്ചോട്ടെ, Yes, സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിവുകള്, അതായത് നമുക്ക് ടാലന്റുകൾ. അതെ, ടാലന്റുകൾ. എന്തൊക്കെ കഴിവുകളാണ് എനിക്കുള്ളത്? എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, എനിക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോ സ്ട്രെങ്തുകളാണ്. സോ ആ സ്ട്രെങ്തുകൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ ഒരു ജേർണൽ ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ നമുക്ക് എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ഇന്നർ സെൽഫിലേക്ക് അത് കൂടുതൽ പതിയും. യെസ്, എനിക്ക് ഇത്രയൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. ഞാൻ വിചാരിച്ച പോലെ മീൻസ് കഴിവ് കെട്ട ആളല്ല, എനിക്ക് സ്ട്രെങ്തുകൾ ഉണ്ട് എന്നുള്ളൊരു തോട്ട് വരും അവിടെ. പിന്നെ അക്സെപ്റ്റ് കോംപ്ലിമെന്റ്സ് വിത്തൗട്ട് ഡിഫ്ലെക്റ്റിംഗ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ആ നല്ല ജോബാണ്, ഗ്രേറ്റ് ജോബ്, യു ഡിഡ് എ വെരി ഗുഡ് ജോബ് എന്നൊക്കെ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. യെസ്, എന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് ഈ നേട്ടം ഉണ്ടായത് എന്ന് അക്സെപ്റ്റ് ചെയ്യാം. സെൽഫ് ആക്സെപ്റ്റൻസ്, എനിക്ക് ഈ കഴിവുണ്ട് എന്ന് സെൽഫായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവര് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. അതിന് ചെയ്യേണ്ടത് എക്സ്പോഷർ പ്ലസ് പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ചേഞ്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സേഫ് ആണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം, ഒരു ചെറിയ ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. സ്റ്റാർട്ട് സ്മോൾ, ഷെയർ ഒപ്പീനിയൻസ് ഇൻ സേഫ് സ്പേസസ്. നിങ്ങൾ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ. സോ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ അതിന് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, ഒരു നല്ല ഫീഡ്ബാക്സുകൾ കിട്ടും. നിങ്ങൾ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ ആ സേഫ് സ്പേസിൽ ഉണ്ടാവുക. സോ അവരുടെ അടുത്ത് നിന്ന് നല്ല ഫീഡ്ബാക്കുകൾ കിട്ടും. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. Then remember, most people are focused on themselves, not judging you. എല്ലാവരും ഓരോ തിരക്കിലാണല്ലേ, അവരുടെ ലൈഫ് സെറ്റ് ആക്കണം എന്നുള്ള ഒരു തിരക്കിലാണ്. അവരെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നവരാണ് മിക്ക ആൾക്കാരും. സോ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ടൈം മിക്ക ആൾക്കാർക്കും ഇല്ല. സോ നമ്മൾക്ക് തോന്നും അവര് നമ്മളെ ജഡ്ജ് ചെയ്യാണെന്ന്, പക്ഷെ അവരുടെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ഇതാണ് സെൽഫ് ഡൗട്ടും അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? യൂസ്ഫുൾ ആയോ? നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടിയോ? ഇതാണ് സെൽഫ് ഡൗട്ട്, ഞാൻ ഫേസ് ചെയ്യുന്ന സെൽഫ് ഡൗട്ട് ഇതാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഐഡിയയും കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ഷെയർ ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം.
കമന്റ് ചെയ്യും. ഇപ്പം നമുക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റി മാം പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ മാമിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത് മാം പറഞ്ഞ പോയിന്റ്സുകളൊക്കെ കറക്റ്റാണ്. പക്ഷേങ്കിൽ അതൊന്നുകൂടെ നമുക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ പിടിച്ചെടുക്കണമെങ്കിൽ മാം അത് ഇപ്പോഴുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞു, ഇനിയുള്ള മാമിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ മാമിൻ്റെ ക്ലാസ് അധികവും ഷാഫി സാറിൻ്റെ ക്ലാസ് പോലെ മാം ഇങ്ങനെ പ്രസൻറ്റേഷനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ഒരു ഇതിലാണ് പോകുന്നത്. പക്ഷേങ്കിൽ മാം ഉദ്ദേശിക്കുന്ന അത്ര ഒരു റെസ്പോൺസിൻ്റെ കിട്ടാത്തതിൻ്റെ ഒരു കാരണം മാം ഓരോ കാര്യവും വേഗം വേഗം പറഞ്ഞു പോകുന്നുണ്ട്. ഈ പറയുന്ന കാര്യം തന്നെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ മാം ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കി, പക്ഷേങ്കിൽ അവർക്ക് എങ്ങനെ അത് മാമിൻ്റെ അടുത്ത് പറയണം എന്നുള്ള ഒരു കറക്റ്റ് ഒരു ഇതിലേക്ക് അവരെത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ വേറൊരു ഭാഗം ഷാഫി സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ടോണ്ട് എനിക്കതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാമിൻ്റെ ഇത് കേൾക്കുന്നതിനും. അപ്പോൾ വേറെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഇനി ഇന്ന തിരുത്തലുകൾ വേണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് മാമിൻ്റെ ഇന്നത്തെ ക്ലാസ് കൊണ്ട്. ഗുഡ് സെഷൻ. താങ്ക് യു സോ മച്ച് സാജിദ മാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നെക്സ്റ്റ് സെഷൻസ് എങ്ങനെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾ ഫീഡ്ബാക്സ് കേട്ടാലുള്ള അറിയാൻ പറ്റുക. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാം, കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ട് നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ട് പറയാം. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായി, അവയർനെസ് കിട്ടി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു. സോ ആർക്കെങ്കിലും ഇനി പറയാനുണ്ടോ? സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് താങ്ക് യു അഗൈൻ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു മാം. മാം താങ്ക് യു. Thank you, ma'am. താങ്ക് യു.